സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സ്വാതി, വളരെ ശക്തമായ അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ മോദി ഭരണകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ED പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷ കക്ഷികളെയൊക്കെ വേട്ടയാടുന്ന ഒരു കേന്ദ്ര ഏജൻസിയായി ഇത് മാറുന്നു എന്ന അതിരൂക്ഷ വിമർശനം രാജ്യത്താകെ നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതി തന്നെ പറയുന്നത് ഫെഡറൽ തത്വങ്ങൾ ആ തത്വങ്ങളുടെ എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്നല്ലേ ED യെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് ഇന്ന് വിമർശിച്ചത്? തീർച്ചയായും ശരത്, അത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ടാസ്മാക്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1000 കോടിയുടെ അഴിമതി നടത്തിയെന്ന ആരോപണത്തിന്മേലാണ് വലിയ റെയ്ഡും അന്വേഷണവും ED നടത്തി വന്നത്. ഇതിൽ ഈ ED അന്വേഷണം മുന്നോട്ട് പോകാമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഉത്തരവിനെയൊക്കെയും സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച 41ഓളം FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ എങ്ങനെയാണ് റെയ്ഡുകൾ നടത്താൻ കഴിയുക, അതിനെതിരെ എങ്ങനെ അന്വേഷണം നടത്തും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് EDക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ളത്. ഈ സർക്കാരുകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ അന്വേഷണങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളെയും സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്കു നേരെയും അന്വേഷണം നടത്തുന്നതിൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ED ഇത്തരം അന്വേഷണങ്ങളും റെയ്ഡുകളും നടത്തുന്നത്. ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയുന്നു, എന്തുകൊണ്ട് ടാസ്മാക് എന്ന് പറയുന്ന ആസ്ഥാനത്തേക്ക് എങ്ങനെയാണ് റെയ്ഡ് നടത്താൻ കഴിയുക, ആ കോർപ്പറേഷൻ സ്ഥാപനത്തിനെതിരെ എങ്ങനെ കേസെടുക്കാൻ കഴിയും, ക്രിമിനൽ കുറ്റമാണോ ചെയ്തിട്ടുള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി കോടതി ഉന്നയിക്കുകയും ചെയ്തു. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചത്. മാത്രമല്ല EDക്ക് ഇത് സംബന്ധിച്ച ഇനി അന്വേഷണം തുടരാൻ കഴിയില്ല എന്നുള്ളതിൽ സ്റ്റേ കൂടി അനുവദിച്ചുകൊണ്ട് EDക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരത്, റൈറ്റ്, സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട് സർക്കാർ തന്നെ അവരുടെ കീഴിൽ വരുന്ന ഈ കോർപ്പറേഷനിലെ 41ഓളം FIRകൾ നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ രജിസ്റ്റർ ചെയ്ത് ഈ ഔട്ട്ലെറ്റുകൾ, മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലെ ഔട്ട്ലെറ്റുകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് 2014 മുതൽ 2021 വരെയുള്ള കാലയളവിലെ ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് ഈ കടന്നുകയറ്റം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോയത്. നേരത്തെ സ്വാതി പറഞ്ഞ പോലെ മദ്രാസ് ഹൈക്കോടതി ഈ അന്വേഷണം തുടരാം എന്ന് EDക്ക് അനുകൂലമായി പറഞ്ഞപ്പോഴാണ് തമിഴ്നാട് സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയത്. അതിശക്തമായ നിരീക്ഷണമാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ED ഈസ് ക്രോസിംഗ് ഓൾ ലിമിറ്റ്സ്, യു ആർ ടോട്ടലി വയലേറ്റിംഗ് ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ കൺട്രി എന്നാണ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായി പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഫെഡറൽ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് ED പ്രവർത്തിക്കുന്നു എന്ന രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി EDക്ക് മേൽ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് വളരെ വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അന്വേഷണവും അതുപോലെ റെയ്ഡും കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കണം. കേസ് എന്നത് മാത്രമല്ല, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റെയ്ഡും നടത്താൻ ആ കോർപ്പറേഷനിൽ സാധ്യമല്ല എന്നാണ് കോടതി ഈ കേസിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ EDയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്.